മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് 3 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 3 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ മാസം 23-ന് മരിച്ച യുവാവിനും രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 4 പേർക്കാണ് ആകെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, വടക്കൻ കേരളത്തിലായിരുന്നു ആദ്യം ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച വാർത്തകൾ വന്നിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തും 4 പേർക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് വരുന്ന വിവരങ്ങൾ? അമ്പലി, തിരുവനന്തപുരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ 4 യുവാക്കൾ അമീബിക് മസ്തിഷ്ക ജ്വരബാധം സംശയത്താൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് ഇവരുടെ രക്തസാമ്പിളുകൾ കഴിഞ്ഞ ദിവസം തന്നെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അടക്കം അയച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം ഒരു യുവാവിന് നേരത്തെ തന്നെ ഈ രോഗബാധയുടെ സംശയത്തിൽ തന്നെ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് ഇന്ന് 3 പേരുടെ പരിശോധനാ ഫലം കൂടിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കിട്ടിയിരിക്കുന്നത്. ഇവരിൽ 3 പേർക്ക് മസ്തിഷ്ക ജ്വരം സംശയിക്കുന്ന തരത്തിൽ രോഗലക്ഷണങ്ങളുണ്ടെന്ന് കണ്ടെത്തുകയും മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയുമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ ഒരു കഴിഞ്ഞ 23-ന് ഈ ഒരു നെയ്യാറ്റിൻകര കണ്ണറവിള സ്വദേശി ആയ അഖിൽ മരിച്ചിരുന്നു. ഈ ഒരു യുവാവിന്റെ മരണത്തോടു കൂടിയായിരുന്നു. തുടർന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന സംശയത്തെ തുടർന്ന് അതിയന്നൂർ പഞ്ചായത്ത് നടത്തിയ ഒരു പരിശോധനയിലാണ് ഈ യുവാവ് കുളിച്ചിരുന്ന കുളത്തിൽ ഇത്തരത്തിലൊരു പരിശോധന നടത്തുകയും ഇവിടെ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. തുടർന്ന് ഈ കുളത്തിൽ തന്നെ കുളിച്ച മറ്റ് 4 പേരാണ് ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന ഈ 4 യുവാക്കൾ. അതിനാൽ തന്നെയാണ് ഈ 4 യുവാക്കൾ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും തുടർന്ന് നിരീക്ഷണത്തിൽ വരികയുമായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് 3 പേരുടെ ഈ രക്തപരിശോധനാ സാമ്പിൾ ഫലം വന്നിരിക്കുന്നത്. ഇതിൽ 3 പേരുടെയും സാമ്പിളുകൾ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തുകയും അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. കെട്ടിക്കിടക്കുന്നതും പായൽ പിടിച്ചിരിക്കുന്നതുമായ ജലാശയങ്ങളിലോ വെള്ളത്തിലോ ഇറങ്ങരുത്, ഒപ്പം തന്നെ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതുമായ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഒരു യുവാവിന്, ഈ 4 സംഘത്തിലെ ഒരു യുവാവിന് രോഗം സ്ഥിരീകരിച്ചിരുന്നു. പിന്നീടാണ് ഇപ്പോൾ 3 പേരുടെ രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ജില്ലയിൽ ഇപ്പോൾ ചികിത്സ തേടിയവരുടെ എണ്ണം ഇപ്പോൾ 4ആയി ഉയർന്നിരിക്കുകയുമാണ്. അമ്പളി, ശരി. തിരുവനന്തപുരത്ത് 3 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 3 പേരും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്യാമപ്രസാദ്.